പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇന്ന് ഇ.പി. ജയരാജൻ ഉയർത്തിയത്. ഇ.ഡി. അന്വേഷണത്തെ ഭയന്ന് സതീശൻ ദില്ലിയിലെത്തി RSS BJP നേതാക്കളുമായി ധാരണയുണ്ടാക്കിയെന്നാണ് ആരോപണം. അശ്ലീല വീഡിയോ നിർമ്മിക്കുന്നതിൽ മിടുക്കനായ സതീശന്റേത് ഫ്രോഡ് രാഷ്ട്രീയമാണെന്നും ഇ.പി. ജയരാജൻ കുറ്റപ്പെടുത്തി. TV പ്രസാദ് നൽകും വിവരങ്ങൾ. പ്രസാദ്, സതീശന്റെ ആരോപണത്തിൽ അതേ നാണയത്തിൽ BJPയുമായി ഡീലുണ്ടാക്കിയത് പ്രതിപക്ഷ നേതാവാണെന്നാണ് ഇ.പി. ആരോപിക്കുന്നത്. പുനർജനിയും അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുകയാണല്ലേ? വൈദേകം റിസോർട്ട് നിരാമയ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് CPMും BJPയും തമ്മിലുള്ള ബന്ധം ഇ.പി. ജയരാജനിലൂടെയാണ് എന്ന ഗുരുതരമായ ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഇന്ന് ഇ.പി. ജയരാജൻ മാധ്യമങ്ങളെ കണ്ടതും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചതും. പുനർജനി അന്വേഷണത്തിൽ തുടങ്ങിയാണ് പ്രതിപക്ഷ നേതാവിനെതിരായ ആക്രമണം ഇ.പി. ജയരാജൻ തുടങ്ങിയത് തന്നെ. പിന്നീട് അതിരൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷ നേതാവിനെതിരെ ഇ.പി. ജയരാജൻ ഉന്നയിച്ചത്. വി.ഡി. സതീശൻ വിദേശ രാജ്യങ്ങളിൽ പോയി വലിയ തോതിൽ പണം പിരിച്ച് ഇവിടെ വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് പണം പിരിച്ചു. ആ പണം പിരിച്ചതിൻ്റെ കാര്യങ്ങളൊന്നും പുറത്തു വന്നില്ല. പുനർജനിയിൽ ഇ.ഡി. അന്വേഷണം വന്നതോടെ ഡൽഹിയിൽ പോയി BJP നേതാക്കളുമായി സംസാരിച്ച് അത് സെറ്റിൽ ചെയ്തു എന്ന ഗുരുതരമായ ആരോപണവും ഇ.പി. ജയരാജൻ ഉന്നയിക്കുന്നു. ആ പിരിച്ച പണം കൊണ്ട് വി.ഡി. സതീശൻ വീട് നിർമ്മിച്ചിട്ടില്ല. ഇവിടെ ചില സ്പോൺസർമാരും അതുപോലെ തന്നെ ചില NGO സഹകരണത്തോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ള വീട് തൻ്റെ പട്ടികയിൽപ്പെടുത്തി ഈ പുനർജനി എന്ന് അവകാശപ്പെട്ട്, അതാണ് പുനർജനി എന്നാണ് വി.ഡി. സതീശൻ അതിന് കൊടുത്ത പേര്. വി.ഡി. സതീശനെ പോലെയുള്ളവർ പ്രതിപക്ഷ നേതാവേതാണ് കോൺഗ്രസിൻ്റെയും കേരളത്തിൻ്റെയും ഗതികേടെന്നും ഇ.പി. ജയരാജൻ ആരോപിക്കുകയുണ്ടായി. എല്ലാവരെയും ആക്ഷേപിച്ച്, കുടുംബാംഗങ്ങളെ ആക്ഷേപിച്ച് മാന്യനായി വെള്ളക്കുപ്പായവും ഇട്ട് നടക്കുക, ഇതൊന്നുമല്ല മാന്യത എന്ന് വി.ഡി. സതീശൻ മനസ്സിലാക്കണം. ചുരുക്കത്തിൽ വൈദേകം നിരാമയ വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം വലിയ തലത്തിൽ പ്രതിപക്ഷ നേതാവും അതുപോലെ ഇ.പി. ജയരാജനും തമ്മിലുള്ള വാക്തർക്കമായി മാറുന്നതാണ് ഇന്ന്. ശരി, അത് തന്നെയാണ് വലിയ ചർച്ചയാകുന്നതും. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.